ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഹൊറർ ഗെയിം സീരീസിലെ 3ാമത്തെ ഗെയിമാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഗെയിമിൻ്റെ പേരാണ് ഐസ്ക്രീം. അപ്പോൾ ഈ ഗെയിം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഇതിനകത്ത് ഭയങ്കര ആഡാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം, കാരണം ഇത് നല്ല ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് കളിക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. ഞാൻ പ്ലേ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 4 ഇതാണുള്ളത്. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് ഗോസ്റ്റ് മോഡാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് നോക്കി വേണം നിങ്ങൾ ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇനി കളിക്കാൻ തുടങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ വിൻഡോ നമ്മൾ തുറന്ന് നോക്കണം എന്താ സംഭവിക്കുന്നതെന്ന്. ഇതിനകത്തിപ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇയാളുടെ പേരാണ് റോഡ് എന്നാണ് കേട്ടോ ഇയാളുടെ പേര്. ഈ ചേട്ടൻ ഈ കുട്ടീനെ ഇങ്ങനെ ഐസാക്കിയിട്ട് കിഡ്നാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കാണുന്നുണ്ടെന്ന് അയാൾ കാണരുത് കേട്ടോ. അയാളിപ്പോൾ എടുത്ത് അകത്തോട്ട് കയറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകണം. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ഇറങ്ങിപ്പോകുന്നു എനിക്കൊരു പിടിയില്ല കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത് ഒരു ഇപ്പം ഞാനിവിടെ ഏറ്റവും റോപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇത് വിൻഡോയിലേക്ക് കിട്ടണം. എന്നിട്ട് വിൻഡോയിൽ കൂടെ നമുക്ക് താഴെ കിട്ടണം. അപ്പോൾ നമ്മളിവിടെ താഴെ എത്തി. ഇനി നമ്മൾ എവിടെയെങ്കിലും വിളിച്ചിരിക്കണം കേട്ടോ. അപ്പം അയാൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റിയിരിക്കണം. അത് അവിടെ ഒരു സാധനം അവിടെ കിടപ്പുണ്ട്, അതിനെ നമുക്ക് നോക്കണം. ഇവിടെ എന്തോ ഒരു പേപ്പറാണ് കിടപ്പുള്ളത്. അപ്പം ഞാനിത് വേഗം എടുത്തിട്ട് ഈ ഡോറ് തുറന്ന് ഇയാൾക്ക് നമ്മളെ കാണാൻ പറ്റില്ല. അങ്ങനത്തെ മോഡാണ് കേട്ടോ, ഗോസ്റ്റ് എന്നുള്ള മോഡ്. ആ മോഡിലാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അയാൾക്ക് ഇപ്പോൾ എന്നെ കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മാപ്പ് കൊടുക്കാൻ പോവാണ്. അത് ഭയങ്കര ആഡാണ്, അതുകൊണ്ട് ഇത് ഭയങ്കര ആഡാണ്. അതെനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം. അപ്പോൾ നമ്മൾ മാപ്പ് ഇപ്പോൾ വോളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 5 സ്ഥലങ്ങളുണ്ട്: സ്റ്റാൾ, കഫറ്റേരിയ, നെയ്ബർഹുഡ്, പ്ലേ ഗ്രൗണ്ട്, പാർക്കിംഗ്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നമ്മൾ ഏറ്റവും ആദ്യം എവിടെയാണ് പോകേണ്ടതെന്ന് ഇവർ പറയുന്നത് നെയ്ബർഹുഡാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് പോകാൻ വേണ്ടി നമുക്ക് നെയ്ബർഹുഡ് ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ നെയ്ബർഹുഡ് ഓപ്ഷനിലാണ് ഇപ്പം നമ്മൾ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ കൊടുത്തതെന്ന് തോന്നുന്നു. എനിക്ക് ഇതുവരെയായിട്ടൊന്നും മനസ്സിലായിട്ടില്ല ഈ ഗെയിം. അപ്പം ഞാനിനി ഏറ്റവും ആദ്യം തന്നെ ഇവിടെ ഞാൻ വിചാരിക്കുന്നു നമുക്ക് കഫറ്റേരിയയിലേക്ക് പോകാം കേട്ടോ. അപ്പം നമ്മളിനി കഫറ്റേരിയയിലേക്ക് പോകാം. ഞാനത് സ്കിപ്പ് ചെയ്ത് വിടുവാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ കഫറ്റേരിയയിലെ പാർക്കിങ്ങിലാണ് ഇവിടെ എത്തിയിട്ടോ നമ്മൾ. അപ്പോൾ നമ്മളിനി ഇവിടെ പുറത്തിറങ്ങണം. എൻ്റെ ഒരു പാട്ട് നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പുറത്താണെന്ന് തോന്നുന്നു. ഇനി അകത്തോട്ട് കയറണം. ഇനി നമുക്ക് ഇതിൽ കൂടെ അകത്തോട്ട് കയറാൻ പറ്റില്ലെന്നാണ് കേട്ടോ പറയുന്നത്. ഇത് ഇവിടെയും അടച്ചിട്ടാണുള്ളത്. ഇപ്പോൾ കാർഡ് റീഡർ, യു കുഡ് യൂസ് ആൻ ID കാർഡ് ടു അൺലോക്ക് ദി ആക്സസ്. അപ്പോൾ ഇവിടെ എവിടെയാണ് ID കാർഡ് കിടക്കുക? അപ്പോൾ നമ്മളിത് നമ്മുടെ ഗ്രാനി പോലെയൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടുപിടിച്ച് വേണം. ഇതിനകത്ത് ആ കുട്ടീനെ നമ്മൾ രക്ഷപ്പെടുത്തുവാണ് നമ്മൾ വേണ്ടത്. നമ്മൾ ഈ ഡോറ് തുറന്നു അകത്തോട്ട് കയറി. ഈ വേസ്റ്റ് ബില്ലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ ഇവിടെ വേസ്റ്റ് ബില്ലിൽ കയറി നോക്കി. ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടം തുറന്ന് നോക്കാം കേട്ടോ. ഇവിടം തുറന്നു വരുന്നുണ്ട്. ബാക്കി ഇവിടെ ബാത്റൂമുണ്ട്. ചിലപ്പോൾ ബാത്റൂമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ, സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇത് മിററാണ്. നമുക്ക് ഇവിടെ നിന്ന്
മിസ്സിംഗ് സെക്യൂരിറ്റി കാർഡ് ലാസ്റ്റ് ടൈം സീൻ അറ്റ് ദി നെയ്ബർഹുഡ് പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ ഇയാളെയും ഇതിനകത്ത് ഇങ്ങനെ പ്ലേ ഗ്രൗണ്ടിൻ്റെ കാര്യം നമ്മളവിടെ പറയുന്നുണ്ടായിരുന്നു. പ്ലേ ഗ്രൗണ്ട് ഇവിടെ എന്തൊരു പ്രത്യേക ടൈപ്പ് സാധനം ഇരിപ്പുണ്ട്. നമ്മൾ തന്നെ നോക്കണം. അത് കപ്പാണ് കേട്ടോ, അവർ ചായ കുടിച്ചിട്ട് വെച്ചേക്കുന്ന കപ്പാണ്. ബിൻ ഇവിടെ എന്തോ സാധനം ഉണ്ട്. അത് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു ഡോറുണ്ട് കേട്ടോ. ഇതെന്താന്ന് നോക്കണം. ഇവിടെ നമുക്ക് ക്യാഷ് രജിസ്റ്റർ കോഡ്, ഇവിടെ എന്തോ സാധനമുണ്ട്, അതാണ് ഇവർ പറയുന്നത്. ഇവിടെ പസിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആ ഓപ്ഷൻ നമ്മൾ തുറക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് അത് ആഡ് കണ്ടാൽ നമുക്കതിൻ്റെ വാസ്തവം എന്താണ്, അതിൻ്റെ യൂസ് എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക, ആ കാര്യങ്ങളെല്ലാം പറയും കേട്ടോ. അതെവിടെയാണ് അതിൻ്റെ സാധനം ഉള്ളതെന്നല്ല. പിന്നെ ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നോക്കണം. ഇതിനകത്തൊരു കോഡ് ആവശ്യമുണ്ട്. ആ കോഡില്ലാതെ നമുക്കത് തുറക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടേൻ്റെ ഇവിടെ അടുക്കളയിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതാണ്ട് ഇയാൾ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ഇയാൾക്ക് നമ്മളെ കാണാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഞാൻ വിചാരിക്കുന്നു ഈ ഡ്രോയറിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ എന്തോ ഉണ്ടല്ലോ, വർക്ക് വെയർ. ദി നെക്സ്റ്റ് ടേൺ വിൽ ബി ജെസിക്ക. എനിക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. ജെസിക്ക എന്ന് വെച്ചാൽ കാർഡ് റീഡർ. ഇത് നമ്മൾ ഇച്ചിരി പണിയാണ് കേട്ടോ ഈ കളി കളിക്കാനേ. അപ്പോൾ ഇത്രയും ഞാൻ ഈ ഗെയിം കളിക്കുന്നുള്ളൂ. ഈ ഗെയിം ഇത്രയല്ല, ഞാൻ ഇനിയും കളിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ആയിരിക്കും കേട്ടോ, പാർട്ട് 2 ആയിട്ട് ഞാൻ പിന്നെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.